അനുഗ്രഹമുണ്ട്. പള്ളി വന്നത് മുതൽ കുത്തുകയുണ്ട്, നിലയിൽ വരുന്ന ആളുകളുണ്ട്, ക്ലാസുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, എല്ലാം ഭംഗിയുണ്ട്. നല്ല നടത്തുന്ന സംവിധാനം ഡോക്ടേഴ്സും അത് വികസിപ്പിക്കണം, ഇത് വിപുലീകരിക്കണം, അതിന് കൂടുതൽ ആവശ്യങ്ങളുണ്ട് എന്നതൊക്കെ അവരുടെ പ്രവർത്തകന്മാർ പങ്കുവെക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളുമായി ഒരു അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പറയുന്നുണ്ട്. അൽഹംദുലില്ലാ, നമ്മളിന്ന് കാണുന്നത് പോലെ അൽ ഹിക്മ മസ്ജിദ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വിശാലമായ പള്ളിയായി പാലക്കാട് ജില്ലയിലെ തന്നെ വളരെ മാതൃകാപരമായ ഒരു മസ്ജിദായി മാറിയിരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ഖുത്ബക്ക് വേണ്ടി ദീന് പഠിക്കുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. മസ്ജിദുൽ ഹിക്മയെ സംബന്ധിച്ചിടത്തോളം പള്ളി നമ്മൾ വികസിപ്പിക്കുക എന്നുള്ളത് ഒരു അനിവാര്യമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് മദ്രസക്ക് സ്ഥലപരിമിതികളുണ്ട്, ജുമാക്ക് സ്ഥലപരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളി വികസിപ്പിക്കേണ്ട, മദ്രസ സൗകര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ട നിർബന്ധ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അൽഹംദുലില്ലാ, പള്ളിയോട് ചേർന്നുകൊണ്ട് തന്നെ തൊട്ടടുത്തായിക്കൊണ്ട് നമുക്കതിന് കഴിയുന്ന ഒരു സ്ഥലം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ പള്ളിയാണ് ആ കാണുന്നത്. പള്ളിയുടെ മതിലിനോട് ചേർന്നുകൊണ്ടാണ് സ്ഥലം വരുന്നത്. പിന്നെ ഈ മതിലിൻ്റെ പിറകിലുള്ള 12 സെൻറ്റ് സ്ഥലം, ഈ 12 സെൻറ്റ് സ്ഥലം ഇൻഷാ അല്ലാഹ് 6 മാസത്തിനുള്ളിൽ നമുക്ക് എഴുതിയെടുക്കണം. 1 കോടി രൂപയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സുഹൃത്തുക്കളെ, 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. അധികം താമസിയാതെ നമുക്ക് ഈ ഒരു സ്ഥലം എഴുതിയെടുക്കാൻ, പ്രയാസങ്ങളില്ലാതെ ഇത് പൂർത്തീകരിക്കാൻ. അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അത് നൽകണം. അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ 1 കോടി നൽകുന്നതിനേക്കാൾ ഒരു ചെറിയ സംഖ്യ നൽകുന്നവർക്ക് പ്രതിഫലമുണ്ടാകും. കാരണം നീയത്തിനനുസരിച്ച് കൊണ്ടാണ് പ്രതിഫലം ലഭിക്കുക. നല്ല നീയത്തോടുകൂടെ തന്നെ നമുക്ക് കഴിയുന്നത് അത് 1 സെൻറ്റ് നൽകാൻ കഴിയുന്നവരുണ്ടാകും, 1/2 സെൻറ്റ് നൽകാൻ കഴിയുന്നവരുണ്ടാകും, ഒരു ചെറിയ ഷെയർ 5000 രൂപയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അത് നൽകാൻ കഴിയുന്നവരുണ്ടാകും. ഒരു മാസത്തിൽ 1000 രൂപ മാറ്റിവെച്ചാൽ 5 മാസം കൊണ്ട് ആ ഒരു ചെറിയ ഷെയർ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. സ്വന്തമായി നൽകാൻ കഴിയാതെ പരിചയക്കാരുള്ള, ഒരുപാട് പരിചിതരുള്ള ആളുകളുണ്ടാകും. കുടുംബക്കാരോട് പറഞ്ഞാൽ സഹായിക്കുന്നവരുണ്ടാകും. നമ്മൾ അവരോട് പറഞ്ഞ് നമ്മൾ അവരിൽ നിന്ന് ഒരു പണം സ്വീകരിക്കുമ്പോൾ, ഈ ഒരു നന്മയുടെ ഭാഗമാക്കി അവരെ ചേർക്കുമ്പോൾ, അവർ നൽകുന്നതിൻ്റെ അതേ പ്രതിഫലം ഒട്ടും ചോരാതെ കുറയാതെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നന്മയിൽ നമ്മൾ മത്സരിക്കുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം നൽകുക. റബ്ബ് നമ്മുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കുകയും ഇഖ്ലാസ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.